ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും മറ്റൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് മോർണിംഗ് വാക്ക് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകരും തയ്യാറായി, ജോഗ് ചെയ്യാനും വാക്ക് ചെയ്യാനും ഒക്കെ റെഡിയായി തയ്യാറായി നിൽക്കുകയാണെന്നും അറിയാം. അപ്പോൾ നമുക്ക് വാർത്തകളുണ്ട്, വിശേഷങ്ങളുണ്ട്, ഇതെല്ലാം പറഞ്ഞു പോവാം. അപ്പോൾ ഡേറ്റിൽ പറഞ്ഞു തുടങ്ങാം. ഇന്ന് ഫെബ്രുവരി 3-ാം തീയതിയാണ്, തിങ്കളാഴ്ചയാണ്. ഒരു പുതിയ വീക്കിന്റെ തുടക്കമാണ്. അതിന്റെ ഫ്രഷ്നെസ് ഒക്കെ വേണം. അപ്പോ നമ്മുടെ മകരമാസം 21-ാം തീയതിയാണ്. അത് തന്നെ പ്രജിൻ പറഞ്ഞതുപോലെയാണ്. ഒരു ദിവസം അവധി ദിവസം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച തുടങ്ങുകയാണ്. തിങ്കളാഴ്ച നല്ല ദിവസം എന്നൊക്കെ നമ്മൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അപ്പൊ രാവിലെ തന്നെ നല്ല ഊർജ്ജത്തോടുകൂടി തുടങ്ങിയാൽ, ഒരു പോസിറ്റീവ് ചിന്തയോടുകൂടി തുടങ്ങിയാൽ, ശുഭചിന്തയോടുകൂടി തുടങ്ങിയാൽ ആ ദിവസം മുഴുവനും, ഈ ആഴ്ച മുഴുവനും ആ എനർജി നിലനിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ആകട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസമാണ് ഞങ്ങൾ നേരുന്നത്. നമ്മുടെ ഈ മോർണിംഗ് വാക്ക് തുടങ്ങാലോ. തീർച്ചയായിട്ടും 6 മണി എന്ന സമയത്ത് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ മോർണിംഗ് വാക്കിന് നമ്മളുണ്ട്. അപ്പൊ നിങ്ങളും നമ്മുടെ കൂടെ തന്നെ നടക്കുന്നു, വാർത്തകൾ അറിയുന്നു, ഒപ്പം വിശേഷങ്ങൾ പറയുന്നു. നിങ്ങളുടെ വർത്തമാനങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അത് വായിച്ചുകൊണ്ടായിരിക്കുന്നു മുന്നോട്ട് പോവുക. ഒരുപാട് വാർത്തകൾ സംഭവിക്കുന്ന ദിനം കൂടിയാണ് ഇത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഒരുപാട് പുതിയ അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മെ അലട്ടിയ വാർത്തകൾ, നമ്മൾ പിന്നാലെ പോയ വാർത്തകൾ, അതിലൊക്കെ ഇന്ന് അപ്ഡേഷൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ തുടങ്ങിയാലോ? യെസ്. നമ്മൾ ഈ ചെലവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലെ, ചിലവന്നൂർ. അവിടെയാണ് നമ്മൾ ഇന്ന് മോർണിംഗ് വാക്കിനായി എത്തിയിട്ടുള്ളത്. ഇവിടെ ഈ പറയുന്ന പോലെ കൊച്ചി കായലിന്റെ ഒരു പ്രത്യേക സൗന്ദര്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതിന്റെയൊക്കെ ഒരു സൗന്ദര്യം, അതിന്റെ മനോഹാരിത ഒക്കെ കുറച്ചുകൂടെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയെ കുറിച്ച് പറയുമ്പോൾ ഈ കായലുകൾ കൂടുതലുള്ള സ്ഥലം, അതുപോലെ തന്നെ ഇതിന്റെ ഈ പരിസരങ്ങളിലൊക്കെ തന്നെ പൊക്കാളി കൃഷി പണ്ടുണ്ടായിരുന്നു. പ്രജിന അറിയോ? അവിടെ കണ്ണൂരിലൊക്കെ പൊക്കാളി കൃഷിയുടെ ഒരു പ്രത്യേകത, നമ്മൾ സാധാരണ കൃഷി പോലെയല്ല. നമ്മൾ ഈ മുട്ടറ്റം വെള്ളത്തിലാണ്, ചെളിയും വെള്ളവും ഉണ്ടാവും. അതിൽ നിന്നിട്ടാണ്, ഈ വെള്ളത്തിൽ നിന്നാണ് കൊയ്തെടുക്കുക കതിര്. അപ്പൊ ഈ പൊക്കാളി കൃഷിക്കൊക്കെ പണ്ട് ഉള്ളവർ പോകുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു മാസമൊക്കെ അവിടെ താമസിച്ചാണ്. എന്നിട്ട് നിറയെ ഇങ്ങനെ താറാവ് ഒക്കെ അതിൽ മുട്ടയിട്ട് വെച്ചിട്ടുണ്ടാവും. ആ മുട്ട ഒക്കെ ശേഖരിച്ച് അതിനിടയിൽ അതൊക്കെ പൊരിച്ച് കഴിക്കുന്നതും അങ്ങനെ കുറെ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പോകുന്ന ഒരുപാട് കർഷകരുള്ള ഒരു ഗ്രാമമാണ് എന്റേതും. അപ്പൊ അതുകൊണ്ട് ഈ ചിലവന്നൂർ കായലിന്റെ പരിസരത്തും ഇതുപോലെ പൊക്കാളി കൃഷി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പാലം ശരിക്കും പൊക്കാളി പാലം എന്നാണ് അല്ലെ, പൊക്കാളി പാലം. അതെ. അപ്പോൾ മാത്രമല്ല, ഇവിടെ ഈ ചെമ്മീൻ കെട്ടുകളും അതോടൊപ്പം തന്നെ ചീനവലകളൊക്കെ ഉണ്ട്. അതിന്റെ പ്രവർത്തനം എത്രമാത്രം ഉണ്ടെന്നുള്ളതൊക്കെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം. ഇനി വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബിഗ് ബ്രേക്കിംഗ് വാർത്തയാണ് ആദ്യം പ്രേക്ഷകരിലേക്ക് 24 ഇന്ന് എത്തിക്കാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് കേൾക്കുമ്പോൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലവും അവിടുത്തെ റിസൾട്ടും എല്ലാം ചർച്ച ചെയ്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ തോൽവി അത് എങ്ങനെ ഉണ്ടായി എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ചില പുതിയ വിവരങ്ങൾ പുറത്തുവിടുകയാണ് 24. തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നേതൃത്വത്തിന് മനഃപൂർവ്വമായ വീഴ്ചയുണ്ട് എന്ന KPCC അന്വേഷണ സമിതി റിപ്പോർട്ട്, അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ 24 ബ്രേക്ക് ചെയ്യുന്നത്. TN പ്രതാപൻ, ജോസ് വള്ളൂർ, MP വിൻസെന്റ്, അനിൽ അക്കര എന്നിവർക്കെതിരെ ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ജില്ലയിലെ സംഘടനാ സംവിധാനം സമ്പൂർണ്ണ പരാജയമെന്നും ഈ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. KPCC പൂഴ്ത്തിയ അന്വേഷണ സമിതി റിപ്പോർട്ടിലെ വിവരങ്ങൾ 24 ഇപ്പോൾ പുറത്തുവിടുകയാണ്. അശ്വിൻ പാലാഴിയാണ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. അശ്വിൻ, വെരി ഗുഡ് മോർണിംഗ്. വളരെ വലിയൊരു വാർത്തയാണിത്. KPCC ഒരു അന്വേഷണ സമിതിയെ വെക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി പഠിക്കാൻ. അങ്ങനെ അത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇപ്പോൾ മാത്രമാണ് ഇതാ 24 പുറത്തു വരുന്നത്. പക്ഷേ എന്തുകൊണ്ട് ആ റിപ്പോർട്ട് പൂഴ്ത്തി? വളരെ ഗുരുതരമായ ചില പരാമർശങ്ങൾ, കണ്ടെത്തലുകൾ ആ റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് വിശദാംശങ്ങൾ? പ്രജിൻ, സ്മിത, വെരി ഗുഡ് മോർണിംഗ്. എന്തുകൊണ്ട് റിപ്പോർട്ട് ഇത്രയും നാൾ പുറത്തു വന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ. KPCC നേതൃത്വത്തിനുമൊപ്പം തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിനുമെതിരെ അതിരൂക്ഷ വിമർശനവും കണ്ടെത്തലുകളുമാണ് ഈ റിപ്പോർട്ടിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ തന്നെയാകാം ഈ റിപ്പോർട്ട് ഇക്കാലം അത്രയും വെളിച്ചം കാണാത്തത് എന്നുള്ളതാണ് ഒരു വിഭാഗം നേതാക്കൾ വിമർശിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ വലിയ പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ ഉയർത്തിയിരുന്നു. തൃശ്ശൂരിലെ വിവിധ ഇടങ്ങളിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് പോസ്റ്ററുകൾ പോലും പതിക്കുന്ന സാഹചര്യത്തിലേക്ക് കോൺഗ്രസിലെ കലഹം നീങ്ങുകയും ചെയ്തതാണ്. ഈ റിപ്പോർട്ടിൽ അതീവ ഗുരുതരമായ കണ്ടെത്തലുകളാണുള്ളത്. 30 പേജുള്ള റിപ്പോർട്ടാണ് KPCCക്ക് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഈ 3-അംഗ സമിതി നൽകിയത്. അതിൽ TN പ്രതാപനും ജോസ് വെള്ളൂരിനും MP വിൻസെന്റിനും അനിൽ അക്കരയ്ക്കൊക്കെ എതിരെയുള്ളത് അതീവ ഗുരുതര കണ്ടെത്തലുകളാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇവരെ മാറ്റി നിർത്തണമെന്നൊരു നിർദ്ദേശം കൂടി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി സമിതി KPCCക്ക് നൽകിയിരുന്നു. അത് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി
നടപടി പാർട്ടി നേരിട്ടത് അത് ചേലക്കരയിലാണ്. അത് 2026 വരെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞ് 4 പേരെയാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ നേതൃത്വത്തിലേക്ക് പാർട്ടി കൊണ്ടുപോയതെന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇതിനോടൊപ്പം അത് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ ഒന്ന് അത് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടാണ്. ഈ ബാങ്കിലെ അഴിമതി ആരോപണമൊക്കെ ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളിൽ പാർട്ടി സ്വീകരിച്ച നിലപാട്, കോൺഗ്രസ് എടുത്ത നിലപാടുകളൊക്കെ സുരേഷ് ഗോപിക്ക് വിജയിക്കാനിടയാക്കുന്ന സാഹചര്യം ഒരുക്കി എന്നുള്ളതാണ് ആദ്യ കണ്ടെത്തൽ. ഒപ്പം തെരഞ്ഞെടുപ്പിന് 1.5 കൊല്ലം മുമ്പേ തന്നെ ഇനി ഞാൻ മത്സരത്തിനില്ല എന്ന മുൻ സിറ്റിംഗ് എം പി ആയിരുന്ന TN പ്രതാപൻ പ്രഖ്യാപിച്ചു. ഇത് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലൊരു എതിരാളിയില്ല എന്നുള്ളൊരു പ്രതീതി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെന്ന് ഈ അന്വേഷണ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. അത് ചില മൊഴികളുടെയും പരാതികളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ആ ഒരു കണ്ടെത്തലിലേക്ക് പോയത്. ഒപ്പം BJP പല മണ്ഡലങ്ങളിലായി അധികമായി 75,000 വോട്ടുകൾ BJPയുടെ വോട്ടുകളായി ഈ മണ്ഡലത്തിൽ ചേർത്തിട്ടുണ്ട്. അത് കണ്ടെത്തുന്നതിൽ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ഗുരുതര വീഴ്ച ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കണ്ടെത്തി തിരുത്തുന്നതിൽ പോലും ജില്ലാ നേതൃത്വത്തിൻ്റെ സംവിധാനം സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഇതിലുള്ളത്. ഒപ്പം ചേലക്കരയിലെ നേതൃത്വത്തിന് പകരം KPCC ചുമതല ഏറ്റെടുക്കണം ആ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ എന്നൊരു നിർദ്ദേശം കൂടി ഈ സമിതി വെച്ചിരുന്നു. അതും നടപ്പായില്ല എന്നുള്ളത് ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. എന്തായാലും K മുരളീധരൻ്റെ തോൽവിയിൽ KPCC നേതൃത്വത്തിന് നേരിട്ട് മനഃപൂർവ്വമായ പങ്കുണ്ട് എന്നുള്ളതാണ് ആകെത്തുകയായി ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് പാർട്ടിയിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വലിയ ചർച്ച കോൺഗ്രസിനുള്ളിൽ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ വലിയ പൊട്ടിത്തെറികൾ കോൺഗ്രസിൽ ഉണ്ടാകും എന്നുള്ളതാണ് വിലയിരുത്താനാവുന്നത്. പ്രജിൻ സ്മിത. അതെ, അശ്വിൻ പറഞ്ഞത് ശരിയാണ്. ഓഗസ്റ്റ് മാസത്തിലാണ് ഈ റിപ്പോർട്ട് റെഡിയായതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മാസങ്ങൾ എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതിന് ഈ ഒരു കാര്യം തന്നെയാണ്, വലിയൊരു പൊട്ടിത്തെറി പാർട്ടിയിലുണ്ടാകും. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഈ നേതാക്കളുടെ ഇടയിൽ തന്നെ പുറത്തേക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ തലപൊക്കുന്ന ചില അസ്വാരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷെ അതങ്ങനെ AICCയുടെ ഇടപെടൽ ഉണ്ടാകുന്നു, അതിനെ അടക്കി വയ്ക്കുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിൽക്കുന്നുണ്ട്. പാർട്ടിയിൽ അംഗങ്ങൾക്കിടയിൽ, നേതൃത്വത്തിനിടയിൽ ഐക്യമില്ല എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു പ്രശ്നമാണ്. പക്ഷേ ഇത് ഗുരുതരമായ ആരോപണങ്ങൾ തന്നെ, ആരോപണം എന്ന് പോലും പറയാൻ പറ്റില്ല. റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ നേതാക്കൾക്കെതിരെ പരാമർശം. ആ സമയത്ത് ഈ ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് വന്ന സമയത്തൊക്കെ തന്നെ പരസ്പരം പഴി ചാരുന്ന പാർട്ടി അംഗങ്ങളെ നമ്മൾ കണ്ടതാണ്, നേതാക്കളെയും കണ്ടതാണ്. അത് ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അശ്വിൻ കേൾക്കുന്നുണ്ടോ? സ്മിത, തീർച്ചയായും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വലിയ പൊട്ടിത്തെറി നമുക്ക് അറിയാവുന്നതുപോലെ ജില്ലയിലെ കോൺഗ്രസിനുണ്ടായതാണ്. പിന്നീട് അത് KPCCയിലേക്ക് വളർന്നതും നമ്മൾ കണ്ടു. K മുരളീധരൻ തന്നെ പരസ്യമായ പല ആരോപണങ്ങളും ഈ തൃശ്ശൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർത്തിയതുമാണ്. എന്തായാലും ജൂലൈയിൽ നടത്തി 2 മാസക്കാലം ഇതിൻ്റെ അന്വേഷണം, ഓഗസ്റ്റിൽ നടത്തി ജൂലൈയിൽ തന്നെ നടത്തി 2 മാസക്കാലം അന്വേഷണം മുന്നോട്ട് പോയി. പിന്നീട് ഈ റിപ്പോർട്ട് ഇവർ തന്നെ KPCC നേതൃത്വത്തിന് നൽകുകയും അത് നേതൃത്വം കൃത്യമായി തന്നെ പരിശോധിക്കുകയും ചെയ്തതാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഇതിൽ ആരോപണമുള്ള ആളുകൾക്കെതിരെ നടപടിയെടുത്തില്ല എന്നുള്ളൊരു ചോദ്യം ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു. ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ ചില നേതാക്കൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയും ചെയ്തതാണ്. പിന്നീടാണ് എന്തുകൊണ്ട് നടപടിയില്ല എന്നുള്ളൊരു ചോദ്യമൊക്കെ ആദ്യഘട്ടത്തിൽ ഉയർന്നത്. പിന്നീടാണ് ഇത് പൂഴ്ത്തിവെക്കുന്ന ഒരു നിലപാടിലേക്ക് KPCC നേതൃത്വം പോയതും. അത് ഒരുപക്ഷെ പാർട്ടിയിൽ ഇനിയൊരു പൊട്ടിത്തെറി ഉണ്ടായാൽ ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിലൊക്കെ പാർട്ടിക്ക് ഒരുപക്ഷെ അതിനെ നേരിടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായേക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പോ അല്ലെങ്കിൽ മറ്റൊരു പരിഹാരമോ ഒക്കെ കണ്ടെത്താനാകുമോ എന്നുള്ളൊരു സാധ്യതയൊക്കെ ഒരുപക്ഷെ KPCC നേതൃത്വം പരിഗണിച്ചിട്ടുണ്ടാകാം. എന്തായാലും അതൊന്നും നടന്നില്ല. നമ്മൾ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി തൃശ്ശൂരിലെ കോൺഗ്രസ് വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയാണ്. അത് പരസ്യമായ ഒരു പോരിലേക്ക് പോലും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. ഈ പല തൃശ്ശൂരിൻ്റെ ടൗണിലും അടക്കം DCC ഓഫീസിന് മുൻപിൽ പോലും കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ഒരു പോസ്റ്റർ കഴിഞ്ഞ ദിവസം ഒട്ടിച്ചിരുന്നു. ഈ തൃശ്ശൂരിലെ തോൽവിയിൽ കാരണക്കാരായവരുടെ വിവരങ്ങൾ പുറത്തുവിടണം, അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്ന KPCCയുടെ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൻ്റെ നടപടി അംഗീകരിക്കാനാവില്ല എന്നുള്ളതൊക്കെയായിരുന്നു ആ പോസ്റ്ററിലെ ഉള്ളടക്കം. അതിനൊക്കെ പിന്നാലെയാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ 24-ലൂടെ പുറത്തു വരുന്നത്. എന്തായാലും തൃശ്ശൂരിൽ എങ്ങനെ തോൽവിയിലേക്ക് KPCC നേതൃത്വത്തിൻ്റെ വീഴ്ചകൾ നയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇതിലുള്ളത്. 30 പേജുകളുണ്ട് ഈ റിപ്പോർട്ടിന്. അതിൽ വെറും കണ്ടെത്തലുകൾ മാത്രമല്ല ഉള്ളത്, മൊഴികളുണ്ട്, പരാതികളുണ്ട്, കോൺഗ്രസിലെ ചില വ്യക്തികൾക്കെതിരായ അതീവ ഗുരുതരമായ ആരോപണങ്ങളടക്കമുള്ളതാണ് റിപ്പോർട്ട് എന്നുള്ളതും ഇതിൻ്റെ ഗുരുതര സ്വഭാവം വർദ്ധിപ്പിക്കുന്നതാണ്. ഇനി കോൺഗ്രസിൽ ഇതിൻ്റെ പിന്നാലെ എന്തൊക്കെ അനുരണനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ശ്രദ്ധേയം. അത് ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന ആരോപണങ്ങളും കണ്ടെത്തലുകളും തന്നെയാണ് സ്മിത റിപ്പോർട്ടിലുള്ളത്.
തീർച്ചയായിട്ടും അശ്വിൻ, എന്തായാലും ഈ വലിയ വാർത്ത ഇപ്പോൾ 24 പുറത്തുവിട്ടിരിക്കുന്ന ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ അത് കൂടുതൽ ചർച്ചയുണ്ടാക്കും. കോൺഗ്രസിൽ നമുക്കറിയാം, നിലവിൽ നേരെ സ്മിത പറഞ്ഞതുപോലെ തന്നെ നിലവിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പഴിചാല് തുടരുകയാണ്. അപ്പോൾ അതിന് പിന്നാലെ ഇത് അത്രയും ഗൗരവമേറിയ വിഷയമാണ്. അതിൽ പരാമർശങ്ങൾ മാത്രമല്ല, മൊഴികളുണ്ട്, അതിന് വിശദാംശങ്ങളൊക്കെ ഉണ്ട്. അതെ, ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം വന്ന സമയത്ത് തന്നെ ഈ സിറ്റിംഗ് MP എവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് എന്നെങ്കിലും രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു. അതിൽ TN പ്രതാപനുണ്ടായ അതൃപ്തി ആദ്യം വാർത്തയായി വന്നതാണ്. പിന്നീട് അതൃപ്തി ഇല്ല എന്ന് മാറ്റി പറയുന്ന പ്രതാപൻ നമ്മൾ കണ്ടതാണ്. അങ്ങനെ അതെല്ലാം പരാതിയായി ഒരുപക്ഷെ നേതൃത്വത്തിനെ ധരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ജില്ലാ നേതൃത്വത്തിന്റെ പരാജയം, അവരുടെ കെടുകാര്യസ്ഥത, ഇതെല്ലാം നോക്കി കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടും അതിൽ KPCC നേതൃത്വം വേണ്ട ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് മനഃപൂർവ്വമായൊരു തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു എന്നതിന് തുല്യമാണ്. അപ്പൊ ഇവിടെ ഒന്നും തീരില്ല. അത് മാത്രമല്ല പ്രജിനി, ജനങ്ങൾ ഇതെല്ലാം നോക്കി കാണുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ രാഷ്ട്രീയ ബോധമുള്ള ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ TN പ്രതാപൻ ഒരിക്കലും ഒന്ന് പറയുന്നു, അത് മാറ്റി പറയുന്നു. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് നേതാക്കൾ പരസ്യമായി പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ, വൈകാരികമായി സത്യസന്ധമായി തന്നെ പ്രതികരിക്കും. അത് കഴിഞ്ഞ് ചർച്ചകൾ നടന്നു കഴിയുമ്പോൾ അത് ആ പ്രതികരണം, അവരുടെ പ്രസ്താവന പിൻവലിക്കുന്നു. പക്ഷെ അത് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ, അതുപോലെ ഇതുപോലെ വന്നിട്ടുള്ള വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ KPCCക്ക് മാത്രമല്ല അതെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഭൂഷണമാകൂ എന്നുള്ളതാണ്. നമുക്കിനി അടുത്ത വാർത്തകളിലേക്ക് കൂടി പോകാം. അത്ര സുഖകരമായ വാർത്തയല്ല വരുന്നത്. കോട്ടയത്തുള്ള വാർത്തയാണ്. കോട്ടയത്ത് അക്രമിയെ പിടിക്കുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥന് ദാരുണാന്ത്യം എന്നൊരു വളരെ ദുഃഖകരമായ വാർത്ത വരുന്നു. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ CPO ശ്യാമപ്രസാദാണ് മരിച്ചത്. തട്ടുകടയിലുണ്ടായ തർക്കം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതി ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയായിരുന്നു. പിന്നാലെ നിലത്ത് വീണ ഉദ്യോഗസ്ഥനെ പ്രതി ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. തളർന്നു വീണ ഉദ്യോഗസ്ഥനെ ആശുപത്രിയിൽ എത്തിച്ചു, പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നത്. ടോബി, ദുഃഖകരമായ വാർത്തയാണ്. അപ്പോൾ ഒരു ഡ്യൂട്ടി ചെയ്യുന്നതിനിടെയാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ദാരുണമായി മരണം ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? ഈ അക്രമി ആരാണ്? അത്തരം വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? പോലീസ് പറയുന്നത് പ്രകാരം പെരുമ്പായിക്കാട് സ്വദേശിയായിട്ടുള്ള ജിബിൻ എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവം നടക്കുന്നത് ഇന്നലെ അർദ്ധരാത്രിയിലാണ്. ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ജോലി കഴിഞ്ഞ് മടങ്ങി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് തെള്ളകത്തുള്ള ഒരു തട്ടുകടയിൽ ഈ ഉദ്യോഗസ്ഥൻ ശ്യാമപ്രസാദ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. അവിടെ ഈ തട്ടുകടക്കാരനുമായിട്ട് ഒരു തർക്കം ഈ പ്രതിയായിട്ടുള്ള വ്യക്തി ഉണ്ടാകുന്നു. ആ തർക്കത്തിനിടയിൽ ഈ തട്ടുകടക്കാരൻ പറയുന്നു, ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥരാണ്, പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറയുന്നു. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട്, അതായത് പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലായതിനു ശേഷമാണ് ഈ പ്രതി അക്രമം നടത്തിയതെന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഇവർ തമ്മിൽ ഉന്തും തള്ളുമായി പിടിവലിയായി ഇവർ തമ്മിൽ മറിഞ്ഞ് താഴേക്ക് വീഴുന്നു. ആ സമയത്ത് പ്രതി എഴുന്നേറ്റ് ഈ ഉദ്യോഗസ്ഥനെ പലതവണ ചവിട്ടി പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ നൈറ്റ് പെട്രോളിങ്ങിൽ ഉണ്ടായിരുന്ന കുമരകം CI ആ പ്രദേശത്തേക്ക് വരുന്നു. ആ CI എത്തിയപ്പോൾ ഈ പ്രതിയെ അതിനുശേഷം ഓടിച്ചിട്ട് പിടികൂടുന്നു. ആ സമയത്ത് ഈ ജീപ്പിലേക്ക് ഈ ഉദ്യോഗസ്ഥൻ കയറിയിരുന്നു. അപ്പോൾ ആ ജീപ്പിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ ഉദ്യോഗസ്ഥനെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതി കസ്റ്റഡിയിലുണ്ട്, ചോദ്യം ചെയ്ത് വരികയാണ്. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഉടൻ തന്നെ ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. എന്തായാലും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ടതിനെ തുടർന്നാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് പോലീസ് പറയുന്നത്. അക്രമി പോലീസുകാരനെ മർദ്ദിച്ചിട്ടുണ്ട്, അതിന് സാക്ഷികളടക്കമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ രാത്രി വരെ ജോലി ചെയ്ത് അതിൻ്റെ ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ അതിരമ്പുഴ പള്ളിയിലുമായി ബന്ധപ്പെട്ട് ചില ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് തന്നെ കടന്നിട്ടുണ്ട്. പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ പേരുണ്ടോ, അതായത് ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ്. ആ സമയത്ത്, അതായത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിൽ ഈ ഉദ്യോഗസ്ഥന് ഇല്ലായിരുന്നു എന്നാണ് പ്രാഥമികമായിട്ട് ആശുപത്രിയിൽ നിന്നും അടക്കം ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എന്താണ് യഥാർത്ഥ മരണകാരണം എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ആന്തരികമായി എന്തെങ്കിലും പരിക്കുകൾ പറ്റിയിരുന്നോ, കാരണം നെഞ്ചിലൊക്കെ ചവിട്ടിയിരുന്നു എന്നാണ്. ഈ പ്രഭാതത്തിൽ ഇങ്ങനെ ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട്. കാരണം ജോലി കഴിഞ്ഞ് വരികയായിരുന്നു
തന്നെയായിരുന്നു. അത് രണ്ടുപേർ തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ ഒന്ന് ഇടപെട്ടതാണ്. പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് അറിഞ്ഞിട്ടും പ്രതി ഉപദ്രവിക്കുകയായിരുന്നു. അത് അവസാനം ഇങ്ങനെ ദാരുണമായ അദ്ദേഹത്തിന്റെ അന്ത്യത്തിൽ കലാശിക്കുകയും ചെയ്തു. യെസ്, നമ്മുടെ പ്രേക്ഷകരും പറയുന്നുണ്ട് ഇത്തരം വാർത്തകൾ പ്രഭാതത്തിൽ ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കുന്നു. പക്ഷെ അത് വലിയ വാർത്തകളല്ലേ, നമുക്ക് ആ സമയത്ത് തന്നെ ഏറ്റവും ആദ്യം ആ വാർത്ത പ്രേക്ഷകരെ അറിയിക്കുക എന്നുള്ളതാണ്. അത് വാർത്ത നമ്മളെ ദുഃഖം ഉണ്ടാക്കുന്ന വാർത്തകളാണെങ്കിൽ പോലും ഇത്തരം വലിയ സംഭവങ്ങൾ, ഞെട്ടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി അറിയിക്കുക എന്നതാണ് ഓരോ. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ള പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും, ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നുകൂടെ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അല്ലേ. രണ്ടുപേർ തമ്മിൽ വെറുതെ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ട് ഇതൊരു വലിയ ദുരന്തത്തിലേക്കൊക്കെ പോകുന്ന തരത്തിൽ പോകുന്നു. പലപ്പോഴും ചെറിയ ചെറിയ വാക്കുതർക്കങ്ങളാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത്. പിന്നെ ലഹരി ഉപയോഗം അതൊക്കെ തന്നെയുണ്ട്. അതൊക്കെ നമ്മൾ പ്രഭാതത്തിലാണെങ്കിലും പ്രദോഷത്തിലാണെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയണം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ബോധ്യവും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം എത്തിക്കുന്നത്. പ്രജിൻ പറഞ്ഞതുപോലെ വലിയ വാർത്ത തന്നെയാണ്. അതെ, യെസ്, വെൽക്കം ബാക്ക്. മോർണിംഗ് വാക്ക് നമ്മൾ തുടരുകയാണ്. ഈ ചിലവന്നൂർ പാലത്തിന്, പഴയ പാലത്തിന് മുകളിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. പ്രജിൻ, ഞാൻ ഓർക്കായിരുന്നു നമുക്ക് ഇങ്ങനെ നിറയെ കിളികളുടെ ഇവിടെ ഒരു മരമുണ്ട്, വലിയൊരു മരമാണ് ഈ കായലിന്റെ സൈഡിൽ. അതിന് പേര് ഞാൻ ഇട്ടു കിളിമരം. കിളിമരം. കാരണം കിളികളുടെ നമ്മളേതാണ്ടൊരു 5:30 ഒക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയത്, ഈ ലൊക്കേഷനിൽ എത്തിയത്. അപ്പൊ അപ്പൊ തൊട്ട് കിളികൾ ഇങ്ങനെ കളകളാരവം മുഴുകുന്നുണ്ട് കിളികൾക്ക്. നമ്മൾ ഈ രാവിലെ അപ്പൊ അതൊക്കെ എഴുന്നേറ്റ് വരില്ലേ, അപ്പൊ ഈ കുറച്ചു നേരം ഇത് കേട്ടാ മതി. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് അത് കേൾക്കണ്ടറിയില്ല. ഇവിടെ നിന്ന് ഭയങ്കര കബടപ്പിക്കുന്ന ശബ്ദം തന്നെ പറയാം. നല്ല ശബ്ദമുണ്ട്, കിളികളുടെ കരച്ചിലേക്കാം. അപ്പോ നമ്മൾ വേറെ വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. ബ്രൂവറി വിവാദമൊക്കെ ഇങ്ങനെ കൊഴുത്തിരിക്കുന്ന സമയമാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. എന്താണ് അതിൽ അപ്ഡേഷൻസ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ബ്രൂവറി വിവാദത്തിൽ സർക്കാരിനെയും CPIM-നെയും പ്രതിരോധത്തിലാക്കി മുന്നണിക്കുള്ളിൽ നിന്ന് തലവേദന വരുന്നു എന്നുള്ളതാണ്. CPIയുടെ എതിർപ്പിന് പിന്നാലെ നിലപാട് തിരുത്തണം എന്ന പരസ്യ പ്രതികരണവുമായി RJD രംഗത്തെത്തിയിട്ടുണ്ട്. യെസ്, എന്തായാലും വിഷയം മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യണം എന്ന സമ്മർദ്ദവും ഉയരുകയാണ്. അപ്പോൾ CPIക്ക് പിന്നാലെ RJD വരുന്നു. അങ്ങനെ LDF-ൽ ബ്രൂവറി വിഷയം കൂടുതൽ ചർച്ചയാകും, മാത്രമല്ല വിവാദവുമാവും എന്നുറപ്പാണ്. പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട എതിർപ്പ് CPIക്കുള്ളിൽ ശക്തമായിരുന്നു. CPIയുടെ 4 മന്ത്രിമാർ ഉൾപ്പെട്ട മന്ത്രിസഭാ യോഗത്തിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതടക്കം ചൂണ്ടിക്കാണിച്ചായിരുന്നു CPIക്കുള്ളിലെ എതിർപ്പ്. വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്നു എന്നും വിമർശനം ഉയർന്നതോടെയാണ് ജലചൂഷണം അംഗീകരിക്കില്ല എന്ന നിലപാട് മുന്നണി നേതൃയോഗങ്ങളിൽ കർശനമായി ഉയർത്താൻ CPI തീരുമാനിച്ചത്. പിന്നാലെയാണ് പദ്ധതിക്കെതിരായ എതിർപ്പ് പരസ്യമാക്കി RJD രംഗത്തെത്തിയത്. മദ്യനയം മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും മദ്യലഭ്യത ഉദാരമാക്കുന്ന നീക്കങ്ങളോട് യോജിപ്പില്ലെന്നും RJD തുറന്നടിച്ചു. മുന്നണി യോഗത്തിൽ സമഗ്രമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതുവരെ മദ്യശാല നിർമ്മാണം നിർത്തിവെക്കണമെന്നും RJD ആവശ്യപ്പെട്ടു. CPIയെ മെരുക്കാൻ കഴിഞ്ഞാൽ മറ്റ് ഘടകകക്ഷികളെ തണുപ്പിക്കാനാകുമെന്ന CPIM ചിന്ത ഇതോടെ പൊളിഞ്ഞു. മന്ത്രിസഭ അനുമതി നൽകിയ പദ്ധതിക്കെതിരെ മുന്നണിക്കുള്ളിൽ ഇങ്ങനെയൊരു എതിർപ്പ് CPIM പ്രതീക്ഷിച്ചതല്ല. ഇതോടെ നൽകിയ അനുമതിയിൽ കാലുറപ്പിക്കാൻ കഴിയാതെ വഴുതുകയാണ് സർക്കാർ. 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ LDF-ലെ ബ്രൂവറി വിഷയത്തിൽ ഈ രീതിയിൽ CPIക്ക് പിന്നാലെ RJD വരുന്നു. അപ്പോൾ അതൊരു റിഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു തർക്കം ഉണ്ടാക്കുന്നുണ്ട്. അതേടൊപ്പം തന്നെ മറുഭാഗത്ത് ഈ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട് NCPയിൽ പുകയുന്ന ചർച്ചകളുണ്ട്. അപ്പം മൊത്തത്തിൽ LDF-ന് കുറച്ച് പ്രശ്നങ്ങളാണ്. അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ അതിന് നേതൃത്വം നൽകുന്ന CPM-ന് കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാത്തിരുന്ന് കാണാം. മുഖ്യമന്ത്രി ഇടപെടുമോ, അതിലെങ്ങനെ ഒരു സമവായം ഉണ്ടാക്കുമോ എന്നൊക്കെ. കരുതലോടെ നീങ്ങേണ്ട സമയമാണ്. അതിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അല്ലേ. കാരണം തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന മുൻകൂട്ടി കണ്ടിട്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. കറക്ഷൻസ് വേണം, സ്വയം വിമർശനം വേണം. നമ്മൾ ഈ ബ്രൂവറി വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് അതിങ്ങനെ ചർച്ചയാവുന്ന സമയത്തുണ്ടല്ലോ, ഈ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പറയുന്നുണ്ട്, ഈ കുടിവെള്ളമാണല്ലോ ഏറ്റവും പ്രധാന പ്രശ്നം. പലപ്പോഴും ഈ കുടിവെള്ളം മുട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ പല നിർമ്മാണശാലകളും മദ്യനിർമ്മാണശാലകൾക്കും അത് പ്രശ്നമാകാറുണ്ട്. ആലപ്പുഴയിൽ നിന്നുള്ളൊരു റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് പോയാലോ. സംസ്ഥാനത്ത് ബ്രൂവറി വിഷയം കത്തിക്കറിയുമ്പോൾ ചർച്ചയാകുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ്. മുൻപ് അത് അടച്ചുപൂട്ടിയ പദ്ധതിയാണ്. 7 വർഷങ്ങൾക്ക് മുൻപ് അടച്ചുപൂട്ടിയ ആലപ്പുഴ ചേർത്തലയിലെ ഒരു മദ്യനിർമ്മാണശാല. ഉൽപാദന ചെലവ് കൂടുതലാണെന്ന് ചൂണ്ടിക്കാട്ടി 2015 മുതലാണ് ഈ സ്ഥാപനം ഘട്ടം ഘട്ടമായി പൂട്ടിയത്. 1959 അന്നത്തെ എക്സൈസ് മന്ത്രി KR ഗൗരിയമ്മയാണ് ഈ മദ്യനിർമ്മാണശാലയ്ക്ക് തറക്കല്ലിട്ടത്. രാജ്യത്തെ പ്രധാന മദ്യവ്യവസായി വിത്തൽ മല്യയുടേതായിരുന്നു ആ സ്ഥാപനം.
പിന്നീട് മകൻ വിജയ് മല്യ ഏറ്റെടുത്തു. വിജയിൽ നിന്നാണ് സ്ഥാപനം ബ്രിട്ടീഷ് കമ്പനി ഏറ്റെടുത്തത്. പ്രതിമാസം 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ കേസ് മദ്യവും 1.5 ലക്ഷം കേസ് ബിയറും ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഉൽപ്പാദന ചെലവ് ഉയർന്നതും തൊഴിലാളി പ്രശ്നങ്ങൾ ഉയർത്തിയുമാണ് അവസാന ഉടമയായ ഡിയാജിയോ കമ്പനിയുടെ പ്രവർത്തനം നിർത്തിയത്. ആയിരത്തിലധികം പേർക്ക് നേരിട്ടും 500 പേർക്ക് പരോക്ഷമായും ഇവിടെ തൊഴിൽ ലഭിച്ചിരുന്നു. ഉൽപാദനം നിലച്ചെങ്കിലും 99 വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയ ഭൂമി തിരിച്ചെടുക്കാൻ കഴിയാത്തതിനാൽ മറ്റൊന്നും ഇവിടെ നടക്കുന്നില്ല. പുതിയ കമ്പനി തുടങ്ങാനും അല്ലെങ്കിൽ അവിടെ വിവാദങ്ങൾ 2 പഞ്ചായത്തുകൾ എതിർക്കുകയും ജലലഭ്യത ഇല്ലെന്ന് ജനങ്ങളും അല്ലെങ്കിൽ കോടതി അടക്കമുള്ളവർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു കമ്പനി കൊണ്ടുവരണം എന്ന് ഗവൺമെൻറ് പറയുന്നതിൽ എന്തോ ദുരൂഹതയുണ്ട്. കാരണം അത്രയ്ക്ക് എല്ലാ സൗകര്യങ്ങളുള്ള ഈ കമ്പനി ഇവിടെ തുടങ്ങുവാൻ കഴിയുകയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ സ്വാഗതം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ചേർത്തലയ്ക്ക് ഈ ഒരു കമ്പനി അനുവദിക്കണം എന്നാണ് എനിക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. സ്ഥിരം ജീവനക്കാരെയെല്ലാം എല്ലാ ആനുകൂല്യങ്ങളും നൽകിയാണ് പിരിച്ചുവിട്ടത്. 18 ഏക്കറും കാടുകയറി കിടക്കുകയാണ്. കെട്ടിടങ്ങൾ തകർന്നു തുടങ്ങി. പുറത്ത് പ്രവർത്തിച്ചിരുന്ന അനുബന്ധ സ്ഥാപനങ്ങളും പൂട്ടി. സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യത്തിന് ജോലിക്കാരെയൊക്കെ കിട്ടാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇവിടെ തുടങ്ങുന്നതായിരിക്കും എല്ലാം കൊണ്ടും നല്ലതെന്ന് എനിക്ക് തോന്നി. വരുന്ന കമ്പനികൾക്ക് കാര്യം ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിനും ജലം കിട്ടുന്നതിനും പവർ മാത്രം പുനഃസ്ഥാപിച്ചാൽ മതി. വേറെ എല്ലാ റോഡുകളും എല്ലാ ഓഫീസും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സ്ഥലമൊഴിയാൻ സർക്കാർ നോട്ടീസ് നൽകിയെങ്കിലും കമ്പനി തടസ്സവാദം ഉയർത്തിയതോടെ നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ സർക്കാർ ഇടപെട്ട് മദ്യനിർമ്മാണം തുടങ്ങണമെന്നാണ് കഴിഞ്ഞ ദിവസം BDJS ആവശ്യപ്പെട്ടത്. വെള്ളത്തിന്റെ പ്രതിസന്ധിയില്ലാത്തതും അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ളതും ഗുണകരമാകുമെന്നാണ് അവരുടെ വാദം. 24 ആലപ്പുഴ. യെസ്, അപ്പോൾ അതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഓൾറെഡി അങ്ങനെ ഒരു പ്രോജക്റ്റ് അവിടെ ഉണ്ടാകുമ്പോൾ അത് ഏറ്റെടുക്കുന്നതല്ലേ സർക്കാർ നല്ലതെന്നുള്ളതാണ്. പക്ഷെ അതേസമയം തന്നെ അതിന് ചില നിയമപ്രശ്നങ്ങളുണ്ട്. ഒരു കരാർ 99 വർഷത്തേക്ക് ഉണ്ടാക്കിയ ഒരു കരാറാണ്. ആ പാട്ടത്തിനെടുത്ത ഭൂമിയാണ്. അത് വിട്ടുകൊടുക്കാൻ കമ്പനി തയ്യാറല്ല. സർക്കാർ അതിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പക്ഷേ അത് മുമ്പോട്ട് പോകുന്നില്ല. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതാണ് കമ്പനിയും പറയുന്നത്. അപ്പോൾ എലപ്പുള്ളിയിൽ ഒരു പുതിയ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി കൊടുക്കുന്നു. അതേസമയം നേരത്തെയുള്ള ഒരു മദ്യനിർമ്മാണശാല ഉണ്ട്. അതെ, അങ്ങനെ അതുകൊണ്ടാണ് ആ ഒരു പ്രത്യേക റിപ്പോർട്ട് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഓൾറെഡി ഉണ്ട്. ഇനിയിപ്പോ പുതുതായി സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമുക്ക് അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം നമുക്കറിയില്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാ. ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. നിങ്ങൾ ഇന്ന് എബ്രഹാം തോമസ് ചോദിക്കുന്നു, ഇന്ന് കമന്റ് വായിക്കില്ലേ എന്ന് ചോദിക്കുന്നു. ഇല്ല, കമന്റ് വായിക്കുന്നുണ്ട്. അപ്പോൾ വായിച്ചല്ലോ. പിന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഫോർ യു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുടിവെള്ളം മുട്ടിയാലും കുടിയന്മാർക്ക് മുട്ടുണ്ടാവില്ല ഈ കേരളത്തിൽ എന്നാണ് പറയുന്നത്. ഇതാ എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഗ്രാമി അവാർഡ്സ് പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ ഒന്നാണ് മ്യൂസിക്, സംഗീതവുമായി ബന്ധപ്പെട്ട് നൽകുന്ന അവാർഡുകളാണ്. അപ്പോൾ ഇന്ത്യക്ക് പ്രതീക്ഷയുണ്ട്. 7ഓളം ഇന്ത്യൻ സംഗീതജ്ഞർ വിവിധ കാറ്റഗറികളിൽ മത്സരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ അല്പസമയത്തിനകം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ചില കാറ്റഗറികളിലൊക്കെ റിസൾട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ബെസ്റ്റ് ട്രഡീഷണൽ പോപ്പ് വോക്കൽ ആൽബം വിഷൻസ് എന്ന് പറയുന്ന ഒരു ആൽബത്തിന് ലഭിച്ചിരിക്കുന്നു എന്ന വാർത്ത അപ്ഡേറ്റ് ചെയ്യുന്നു. നോറ ജോൺസ് ആണ് ഈ അവാർഡിന് അർഹയായിരിക്കുന്നത്. അങ്ങനെ 94 കാറ്റഗറികളിലാണ് ഈ ഗ്രാമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം എത്തിക്കാം.